महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രായമായി എന്ന് കണ്ടപ്പോൾ ഭീഷ്മർ നല്ലൊരു ആചാര്യനെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിയോഗിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഹസ്തിനാപുരിയിൽ തന്നെ താമസമാക്കിയ കൃപാചാര്യരെയാണ് ഭീഷ്മർ ഇതിനായി നിയോഗിച്ചത്. ഈ ഒരു കാര്യം വൈശമ്പായന മഹർഷി പറഞ്ഞപ്പോൾ ജനമേജയൻ ചോദിച്ചു, ആരാണ് കൃപാചാര്യർ? അദ്ദേഹം എങ്ങനെയാണ് ഹസ്തിനാപുരിയിൽ എത്തിയത്? ഇതിനെ തുടർന്ന് കൃപാചാര്യരുടെ ഉദ്ഭവ കഥ പറയുകയാണ്. ഗൗതമ മഹർഷിയുടെ മകനാണ് ശാരദ്വാൻ. ശരത്തോടൊപ്പം തന്നെ ജനിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശാരദ്വാന് വേദാധ്യയനത്തിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ധനുർവിദ്യയിലായിരുന്നു താല്പര്യം. തപസ്സുകൊണ്ട് അറിവ് നേടുന്നത് പോലെ അദ്ദേഹം തപസ്സുകൊണ്ട് ധനുർവിദ്യയിൽ അപാരമായ അറിവ് നേടി. കാരണം അന്നൊക്കെ ധനുർവേദം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മന്ത്രപ്രയോഗങ്ങളിലൂടെ അസ്ത്രം തൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. രാമായണമൊക്കെ കേട്ടിട്ടുള്ളവർക്ക് പല അസ്ത്രങ്ങളുടെയും പേര് ഓർമ്മയുണ്ടാകും. ആഗ്നേയാസ്ത്രം, വായവ്യാസ്ത്രം, ഇങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രജപത്തോടുകൂടെ ഈ അസ്ത്രം പ്രയോഗിക്കുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത്. ഇങ്ങനെ ശാരദ്വാൻ ഒരുപാട് അസ്ത്രപ്രയോഗങ്ങൾ ഈ രീതിയിൽ തപസ്സുകൊണ്ട് നേടി. എന്നാൽ തുടർന്നും അദ്ദേഹം തപസ് ചെയ്തപ്പോൾ ആ തപസ് ദേവേന്ദ്രനെ പോലും തപിപ്പിച്ചു എന്നാണ്. ഈ തപസ് മുടക്കാനായിട്ട് ദേവേന്ദ്രൻ ജാനപതി എന്ന ഒരു അപ്സര സ്ത്രീയെ ശാരദ്വാന്റെ മുന്നിലേക്ക് അയച്ചു. തന്റെ തപസ്സുകൊണ്ട് ഊർധ്വരേതസ്സായി തീർന്ന ആ ശാരദ്വാൻ പക്ഷേ അപ്സര സ്ത്രീയെ നേരിട്ട് കണ്ടപ്പോൾ കാമഗ്രസ്തനായി. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്റെ മനോനില വീണ്ടെടുത്ത് തന്റെ അമ്പും വില്ലും അതേസമയം കൃഷ്ണമൃഗത്തിന്റെ തോലും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി. എന്നാൽ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ശുക്ലസ്ഖലനം സംഭവിച്ച് അവിടെയുള്ള ഒരു ശരപ്പുൽ തണ്ടിൽ വീണു. ഇദ്ദേഹത്തിന്റെ ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് പ്രകൃതി തന്നെ ഗർഭപാത്രമായി തീർന്ന് ആ രേതസ് അതിൽ നിന്ന് രണ്ടായി പിളർന്ന് ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ജനിച്ചു. ഇത് ശന്തനു മഹാരാജാവിന്റെ കാലത്താണ് നടക്കുന്നത്. ശന്തനു മഹാരാജാവ് നായാട്ടിനായി കാട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സൈനികൻ കാട്ടിൽ ചുറ്റിത്തിരിയുന്ന സമയത്താണ് രണ്ട് കുഞ്ഞുങ്ങളെയും ഒപ്പം അടുത്ത് തന്നെയായിട്ട് അമ്പും വില്ലും ഈ കൃഷ്ണമൃഗത്തിന്റെ തോലും ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ശന്തനു മഹാരാജാവിനെ വിവരമറിയിച്ചു. മഹാരാജാവിന് തോന്നി ഇത് ധനുർവിദ്യയിൽ പാരംഗതനായ ഏതോ ഒരു വിപ്രനാണ്. ആ ലക്ഷണങ്ങൾ അതാണ് കാണിക്കുന്നത്. അങ്ങനെ ശന്തനു മഹാരാജാവ് ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കൃപയോടെ അവരെ വളർത്തിയതിനാൽ അവർക്ക് പേരിട്ടത് കൃപൻ എന്നും കൃപി എന്നുമായിരുന്നു. ഈ കൃപൻ പിന്നീട് അസ്ത്രവിദ്യയിൽ പാരംഗതനായി ആ ഹസ്തിനാപുരിയിൽ തന്നെ വളർന്നു വരികയായിരുന്നു. ഈ കൃപാചാര്യരെ കൊണ്ടാണ് ഭീഷ്മർ ആദ്യം കുട്ടികളെയെല്ലാം വിദ്യാഭ്യാസം ചെയ്യിച്ചത്. കുട്ടികളെല്ലാവരും കൃപാചാര്യരിൽ നിന്ന് അസ്ത്രവിദ്യകളൊക്കെ പഠിച്ചെങ്കിലും വളരെ വിലപ്പെട്ട പല അസ്ത്രപ്രയോഗങ്ങളും
പഠിക്കാനായിട്ട് നല്ലൊരു ഗുരു വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദ്രോണാചാര്യരും ഭാര്യയും കുഞ്ഞും ഹസ്തിനാപുരിയിലേക്ക് വരുന്നത്. ഇങ്ങനെ വൈശമ്പായന മഹർഷി പറഞ്ഞപ്പോൾ ജനമേജയൻ അടുത്ത ചോദ്യം ചോദിച്ചു, ആരാണ് ദ്രോണർ? അദ്ദേഹം എന്തിനാണ് ഹസ്തിനാപുരിയിലേക്ക് വന്നത്? അങ്ങനെ ദ്രോണരുടെയും ജനന കഥ പറയുകയാണ്. നേരത്തെ കൃപാചാര്യരുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഭരദ്വാജ മഹർഷി ഘൃതാജി എന്ന അപ്സര സ്ത്രീയെ കണ്ടപ്പോൾ ഉണ്ടായ കാമാവേശത്താൽ അദ്ദേഹത്തിന്റെ ശുക്ലം സ്ഖലിച്ച് ആ സമയത്ത് അദ്ദേഹം അതിനെ ഒരു ദ്രോണത്തിൽ ആക്കി, അതായത് ഒരു കുടത്തിലാക്കി സൂക്ഷിച്ചു വെച്ചു. നേരത്തെ ശാരദ്വാൻ ചെയ്തതുപോലെ ഉപേക്ഷിച്ചു പോയില്ല. ആ കുഞ്ഞിനെ തന്റെ കുഞ്ഞായിട്ട് വളർത്തി. അങ്ങനെ ദ്രോണത്തിൽ നിന്നും ജനിച്ചവനായതുകൊണ്ട് ദ്രോണർ എന്ന പേര് വന്നു. അവിടെ അടുത്തുള്ള അഗ്നിവേശൻ എന്ന ഗുരുവിന്റെ ഗുരുകുലത്തിൽ തന്റെ മകനെ ചേർത്തു. അതേ ഗുരുകുലത്തിലായിരുന്നു ഭരദ്വാജന്റെ സുഹൃത്തുകൂടിയായ ഉത്തര പാഞ്ചാല രാജ്യത്തെ പൃഷതന്റെ മകൻ ദ്രുപദനും വിദ്യാഭ്യാസം ചെയ്തത്. ഇങ്ങനെ ദ്രുപദനും ദ്രോണരും ആ ഗുരുകുലത്തിൽ വെച്ച് വലിയ സുഹൃത്തുക്കളായി. ആ സമയത്ത് ദ്രുപദൻ ദ്രോണർക്കൊരു വാക്കു കൊടുത്തിരുന്നു, വലുതായാൽ ഞാനും രാജാവാകും, അന്ന് എനിക്കുള്ളതെല്ലാം നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ കാലം കഴിഞ്ഞു. രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ദ്രുപദൻ പിന്നീട് രാജാവായി. ദ്രോണരാകട്ടെ പിന്നീട് വിവാഹം ചെയ്തത് ഹസ്തിനാപുരിയിൽ കഴിയുന്ന കൃപാചാര്യരുടെ സഹോദരിയായ കൃപിയെ ആണ്. ഇവർക്ക് ഒരു മകൻ ജനിച്ചു. ആ മകൻ ജനിച്ച ഉടനെ തന്നെ ദേവലോകത്തെ കുതിരയായ ഉച്ചൈസ്രവസിനെ പോലെ ഉച്ചത്തിൽ കരഞ്ഞതിനാൽ, അശ്വത്തെ പോലെ കരഞ്ഞതിനാൽ അവന് അശ്വത്ഥാമാവ് എന്ന് പേരു കൊടുത്തു. അസ്ത്രവിദ്യയിലും വേദാംഗങ്ങളിലും അറിവ് നേടിയ ദ്രോണർക്ക് പക്ഷേ ഉപജീവനത്തിനായിട്ട് നല്ലൊരു വഴി കണ്ടെത്താൻ സാധിച്ചില്ല. തനിക്ക് ജീവിത വൃത്തിക്കായിട്ട് ധനം സമ്പാദിക്കണം എന്നതിനാൽ ആ കാലത്തായിരുന്നു പരശുരാമൻ തന്റെ ധനമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു എന്ന് കേട്ട് ഈ ദ്രോണർ അങ്ങോട്ടേക്ക് പോയത്. അതേസമയം ജമദഗ്നിപുത്രനായ പരശുരാമൻ തന്റേതായിട്ടുള്ളതെല്ലാം എല്ലാവർക്കുമായി ദാനം ചെയ്ത് കാട് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ അറിവുണ്ട് എന്ന് അറിയാവുന്ന ദ്രോണർ അതൊക്കെ തനിക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. ഒപ്പം തന്നെ അങ്ങയിൽ നിന്ന് ധനം ഞാൻ യാചിക്കുകയാണ് എന്ന് പരശുരാമനോട് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ ദ്രോണരോട് പറഞ്ഞു, എന്റെ കൈവശം ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇനി എന്റെ കയ്യിലാകെ ഉള്ളത് എനിക്കറിയാവുന്ന ദിവ്യാസ്ത്രങ്ങളെ കുറിച്ചുള്ള ആ അറിവുകളും പിന്നെ ഈ ശരീരവും മാത്രമാണ്. ഇതിൽ എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ദ്രോണർ പറഞ്ഞു, തീർച്ചയായും എനിക്ക് ദിവ്യാസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവ് പകർന്നു തന്നാലും. അങ്ങനെ കുറച്ചുനാൾ പരശുരാമന്റെ കൂടെ കഴിഞ്ഞ് എല്ലാ അസ്ത്രങ്ങളിലും അറിവ് നേടി ദ്രോണർ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ദാരിദ്ര്യത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദന്റെ വാക്കുകളെ കുറിച്ച് ഓർത്തത്. അവിടെ ചെന്നാൽ ദ്രുപദൻ തന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ദ്രുപദന്റെ രാജധാനിയിലേക്ക് ചെന്നു. ദ്രുപദനെ കണ്ട് സന്തോഷത്തോടെ, എന്നെ ഓർക്കുന്നോ, ഞാൻ താങ്കളുടെ സുഹൃത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ദ്രുപദൻ വളരെയധികം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. താങ്കൾക്ക് എങ്ങനെ മനസ്സു വന്നു എന്റെ സുഹൃത്താണെന്ന് പറയാം? വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ? എന്നിട്ട് പറയുന്നു രാജാവായ എന്റെ സുഹൃത്താണെന്ന്. സുഹൃത്തുക്കൾ തമ്മിൽ അന്തരം പാടില്ല. സമ്പത്തുള്ളവന് സമ്പത്തുള്ളവനായിരിക്കണം സുഹൃത്ത്. ഇങ്ങനെയൊക്കെ ആ ദ്രുപദ രാജാവ് ഓരോന്ന് പറഞ്ഞപ്പോൾ നാണക്കേടുകൊണ്ട് തലകുനിച്ച്
ആ രാജസദസ്സിൽ നിന്നും ദ്രോണർ ഇറങ്ങിപ്പോയി. എന്നെങ്കിലും തന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ ദ്രുപദനോട് പ്രതികാരം ചെയ്യണം എന്ന് ദ്രോണർ അന്നേ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ദ്രോണർ പിന്നീട് പല വഴികളും ആലോചിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്തിനാപുരിയിൽ കഴിയുന്ന തന്റെ ഭാര്യയുടെ സഹോദരനായ കൃപാചാര്യരുടെ അടുത്ത് പോയാൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്ന് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെയാണ് ദ്രോണാചാര്യർ ഭാര്യയോടും മകനോടും കൂടി കൃപാചാര്യരുടെ വീട്ടിൽ വന്ന് താമസമാക്കിയത്. എന്നാൽ ഇക്കാര്യം ആരെയും അറിയിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം അറിയേണ്ട രീതിയിൽ അറിയേണ്ട സമയത്ത് അറിഞ്ഞുകൊള്ളും എന്നായിരിക്കാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ഇരിക്കെ ഈ കുട്ടികളെല്ലാവരും കൗരവരും പാണ്ഡവരും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത് ഈ കൃപാചാര്യരുടെ വീട്ടിനടുത്തായിരുന്നു. ആ സമയത്ത് അവർ കളിക്കുന്നത് ഒരു കാരോട്ടും കളി എന്ന ഒരു കളിയാണ്. അതായത് കാര കൊണ്ടുള്ള കളി. ഈ കാര എന്നത് പന്ത് പോലെ എന്തോ ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാര അടുത്തുള്ള പൊട്ടക്കിണറ്റിൽ വീണു. ഈ കുട്ടികൾ പല രീതിയിൽ അത് എടുക്കാൻ നോക്കി, പക്ഷേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴാണ് അവിടെ കൃപാചാര്യരുടെ വീടിനടുത്തായിട്ട് മെലിഞ്ഞ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ കുട്ടികൾ അവരുടെ അടുത്ത് ചെന്നിട്ട്, ഞങ്ങളുടെ കാര ഈ പൊട്ടക്കിണറ്റിൽ വീണു, ഇതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. കാര എടുത്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ദ്രോണർ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ എടുത്തു തരാം, പക്ഷേ എനിക്ക് അന്നത്തിനുള്ള വക ഉണ്ടാക്കി തരാമോ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കൃപാചാര്യരുടെ സമ്മതത്തോടെ അങ്ങേക്കുള്ള ഭിക്ഷ ഹസ്തിനാപുരിയിൽ നിന്ന് ഞങ്ങൾ അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അസ്ത്രശസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടും ഈ കാര എടുക്കാൻ ആർക്കും കഴിയില്ല എന്നാണോ? എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മോതിരവും കൂടെ ഈ പൊട്ടക്കിണറ്റിൽ ഇടാം. എന്നിട്ട് ഒരു ഈശിക പുല്ലെടുത്തിട്ട് ഇത് രണ്ടും എങ്ങനെ എടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈശിക പുല്ല് എന്ന് വെച്ചാൽ ഇഷു എന്ന അസ്ത്രം. അപ്പോൾ അസ്ത്രം പോലെ, ശരം പോലെ തോന്നിപ്പിക്കുന്ന ഒരു പുല്ലാണ് ഈ ഈശിക പുല്ല്. അങ്ങനെ ഈ ഈശിക പുല്ലെടുത്തിട്ട് ഒരു മന്ത്രം ജപിച്ച് കിണറ്റിലേക്ക് ഇട്ടു. അങ്ങനെ അധികം വൈകാതെ ഈ കാര അദ്ദേഹം പുറത്തെടുത്തു. എല്ലാവരും അത്ഭുത സ്തബ്ധരായി ആർത്തു വിളിച്ച് സന്തോഷിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ആ വളരെ ചെറിയ മോതിരവും ഇങ്ങനെ ഈശിക പുല്ലുകൊണ്ട് എടുത്തു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ദ്രോണർ യുധിഷ്ഠിരനോട് പറഞ്ഞു, കുട്ടി ചെന്നിട്ട് ഭീഷ്മരോട് ഒരു ബ്രാഹ്മണൻ ഈശിക പുല്ലെടുത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കാരയും മോതിരവും എടുത്തു തന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഭീഷ്മർ നോക്കിക്കൊള്ളും. അങ്ങനെ കുട്ടികളെല്ലാവരും ആർത്തു വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഭീഷ്മർക്ക് മനസ്സിലായി ഇത് ദ്രോണരാണ് എന്ന്. കാരണം സ്വാഭാവികമായും ഹസ്തിനാപുരിയിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചയച്ച പെൺകുട്ടിയാണ് കൃപി. ആ കൃപിയുടെ ഭർത്താവായ ദ്രോണർ അസ്ത്രശസ്ത്ര വിദ്യകളിലൊക്കെ പാരംഗതനാണ് എന്ന് തീർച്ചയായും ഭീഷ്മർക്ക് അറിയാം. പക്ഷെ ദ്രോണർ ഇവിടെ വന്ന് താമസമാക്കിയിട്ടുണ്ട് എന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഭീഷ്മർ ദ്രോണരെ വിളിച്ചു വരുത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് തൻ്റെ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ ആ ദയനീയത അദ്ദേഹം ബോധിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് പ്രഭു കുടുംബങ്ങൾ ഉണ്ട്. അവിടുത്തെ ധനികരായ കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ മകനായ അശ്വത്ഥാമാവും കളിക്കാൻ പോകും. എന്നാൽ എപ്പോഴും മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കേട്ട് എൻ്റെ മകൻ വേദനിക്കുന്നതാണ് എനിക്ക് കാണേണ്ടി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരിക്കൽ മറ്റുള്ള കുട്ടികളൊക്കെ പശുവിൻ പാല് കുടിച്ച് അതിനെക്കുറിച്ച് വിശേഷിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മകനും എന്നോട് വന്നിട്ട് എനിക്ക് പശുവിൻ പാല് വേണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ എനിക്കത് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അതേസമയം
പശുവിൻ പാല് വേണം എന്ന് പറഞ്ഞ അശ്വത്ഥാമാവിന് ഈ ധനിക കുടുംബത്തിലെ കുട്ടികളൊക്കെ അരിമാവ് കലക്കി കൊടുത്തു. ഇത് കുടിച്ച് ആർത്തു വിളിച്ച് സന്തോഷിച്ച് അശ്വത്ഥാമാവ് പറഞ്ഞു അത്രേ, ഞാനും കുടിച്ചു പശുവിൻ പാല് എന്നൊക്കെ സന്തോഷിച്ചപ്പോൾ ആ കുട്ടികൾ, ധനികരായ കുട്ടികൾ കളിയാക്കി ചിരിച്ചു. എന്തൊരു വിഡ്ഢിയാണിവൻ, അരിമാവ് കലക്കി കുടിച്ചിട്ട് ഇവൻ പശുവിൻ പാല് കുടിച്ചു എന്ന് വീമ്പിളക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചപ്പോൾ ഇത് കണ്ട് എന്റെ ഹൃദയം തകർന്നുപോയി എന്ന് ദ്രോണർ ഭീഷ്മരോട് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നും എനിക്ക് അന്നത്തിനുള്ള വകയില്ല എന്ന് മനസ്സിലാക്കി വേറെ നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഈ ഹസ്തിനാപുരിയിൽ വന്ന് താമസമാക്കിയത്. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികൾക്ക് യോഗ്യനായ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തായാലും ഈശ്വര നിശ്ചയത്താൽ അങ്ങ് ഇവിടേക്ക് തന്നെ വന്നു ചേർന്നു. ഇനി മുതൽ എൻ്റെ കുട്ടികളെ അങ്ങ് അസ്ത്രവിദ്യ പഠിപ്പിക്കണം. ഹസ്തിനാപുരിയിലെ ഗുരുനാഥൻ എന്ന ആ ഔദ്യോഗിക സ്ഥാനം ദ്രോണാചാര്യർ ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതവും മാറിമറിഞ്ഞു. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അദ്ദേഹവും കുടുംബവും ഹസ്തിനാപുരിയിൽ കഴിഞ്ഞു വന്നു. ദ്രോണരാൽ ശിഷ്യരായി സ്വീകരിക്കപ്പെട്ട എല്ലാവരും അടുത്തു വന്നു നിൽക്കെ ആ കുട്ടികളോട് മാത്രമായി ദ്രോണർ രഹസ്യമായി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്റെ മനസ്സിൽ ഞാനൊരു കാര്യം സൂക്ഷിക്കുന്നുണ്ട്. അസ്ത്രവിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കു വേണ്ടി അത് ചെയ്തു തരണം. എന്നാൽ ഇത് കേട്ട് കൗരവരെല്ലാവരും മിണ്ടാതെ നിന്നു. പാണ്ഡവരിൽ അർജുനൻ മാത്രം മുന്നോട്ട് വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങ് പറയുന്ന എന്ത് കാര്യവും ഞാൻ അങ്ങേക്കു വേണ്ടി ചെയ്തു തരുന്നതാണ്. ആ സമയം അർജുനനെ നെഞ്ചോട് ചേർത്ത് കണ്ണുനീരോടെ കുറച്ചുനേരം ദ്രോണർ തന്റെ പ്രിയ ശിഷ്യനെ ഓർത്ത് നിർനിമേഷനായി നിന്നുപോയി. ഇങ്ങനെ എല്ലാവരും ദ്രോണാചാര്യരിൽ നിന്ന് ധനുർവിദ്യ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ പ്രശസ്തിയിൽ അയൽ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുട്ടികൾ വന്ന് പഠിക്കാൻ തുടങ്ങി. ഇതിൽ ഭഗവാൻ കൃഷ്ണന്റെ ബന്ധുക്കളായിട്ടുള്ള വൃഷ്ണികന്മാരും അന്ധകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സൂതപുത്രനായി അറിയപ്പെട്ട കർണനും ആ കൂട്ടത്തിൽ അന്നേ അവരുടെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ കർണനും അസ്ത്രവിദ്യ പഠിക്കാനായിട്ട് ചേർന്നു. അന്നേ ദുര്യോധനനുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഈ പാർത്ഥനെ എങ്ങനെയെങ്കിലും എയ്തു തോൽപ്പിക്കണം എന്ന ഒരൊറ്റ ചിന്തയാലാണ് കർണൻ അസ്ത്രവിദ്യ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അർജുനൻ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റിൽ വിളക്ക് കെട്ടുപോയി. എന്നാൽ വിളക്ക് കെട്ടിട്ടും അർജുനൻ ഒരു പരിഭ്രമവും കൂടാതെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ കഴിച്ചപ്പോഴാണ് അർജുനന് ഒരു കാര്യം മനസ്സിലായത്. കൈവേഗത്തിന് ഇരുട്ട് പോലും ഒരു പ്രശ്നമല്ല എന്ന്. അങ്ങനെ അർജുനൻ സ്വയമേവ ഇരുട്ടത്ത് അസ്ത്രവിദ്യ പരിശീലിച്ചു തുടങ്ങി. അങ്ങനെ രാത്രിയിൽ ശബ്ദം കേട്ട് ഗുരുവായ ദ്രോണർ വന്നു നോക്കുമ്പോൾ അർജുനൻ പരിശീലിക്കുന്നതാണ് കണ്ടത്. അന്നേ ദ്രോണർ നിശ്ചയിച്ചിരുന്നു, ഇവനെ വെല്ലുന്ന ഒരു വില്ലാളി വീരൻ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ മകൻ ഏകലവ്യൻ ദ്രോണരുടെ അടുത്തു വന്നു. തന്നെ അസ്ത്രവിദ്യ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദ്രോണാചാര്യർ ആദ്യം ഇവരുടെയൊക്കെ അഭിപ്രായമാണ് ചോദിച്ചത്. എന്നാൽ ആർക്കും അത് സമ്മതമല്ലായിരുന്നു. അങ്ങനെ ദ്രോണാചാര്യർ നിഷാദ രാജാവിന്റെ മകനായ ഏകലവ്യനെ പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ ഏകലവ്യൻ ദ്രോണരുടെ കാലിൽ തൊട്ട് തൊഴുത് സ്വന്തമായി ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗുരുപ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് സ്വന്തമായി പരിശീലിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ കാട്ടിൽ പോയ ഈ പാണ്ഡവർ കാണുന്നത് ഒരു നായയുടെ വായിൽ 7 അസ്ത്രങ്ങൾ ഒരുമിച്ച് വന്ന് പതിച്ചതുപോലെ കണ്ടു. ആ നായ ഇവരുടെ മുന്നിൽ വന്ന് കുരയ്ക്കുകയാണ്. ഇതെവിടെ നിന്നാണ് ഈ നായ വന്നത്? ആരാണ് ഈ നായയെ ഇങ്ങനെ മുറിവേൽപ്പിച്ചത് എന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ കണ്ടത് തങ്ങളുടെ ഗുരുവിന്റെ പ്രതിമ വെച്ച് അതിനു മുന്നിൽ നിന്ന് പരിശീലനം നടത്തുന്ന ഏകലവ്യനാണ്.
അപ്പോൾ തന്നെ അർജുനന് മനസ്സിലായി, ഈ ഏകലവ്യൻ ഗുരുവിൽ നിന്നല്ലാതെ തന്നെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഭാവിയിൽ എന്നേക്കാളും വലിയ ഒരു വില്ലാളി വീരനാകും. അങ്ങനെ അർജുനന്റെ മനസ്സിൽ ഒരു സ്വാർത്ഥത ഉണ്ടാവുകയാണ്. അർജുനൻ തന്റെ ഗുരുവിനോട് ഇപ്രകാരം ചോദിച്ചു, അങ്ങല്ലേ പറഞ്ഞത് ഞാനാണ് ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്ന്. പക്ഷേ ദാ നോക്കൂ, അങ്ങയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞ് ആ നിഷാദ രാജാവിന്റെ മകൻ അസ്ത്രവിദ്യ പരിശീലിക്കുന്നു. അങ്ങനെ തന്റെ ശിഷ്യന്റെ വാക്ക് കേട്ട് ദ്രോണർ ഏകലവ്യന്റെ അടുത്ത് പോയി. ഏകലവ്യനാകട്ടെ ഗുരുവിനെ നേരിൽ കണ്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വണങ്ങി. എന്നാൽ ദ്രോണർ പറഞ്ഞു, ഞാനാണ് നിന്റെ ഗുരുനാഥൻ എന്ന് നീ പറഞ്ഞതായി അറിഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്കെന്റെ ഗുരുദക്ഷിണ വേണം. അപ്പോൾ ഏകലവ്യൻ ചോദിച്ചു, എന്താണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത്? അപ്പോൾ പറഞ്ഞു, വലത് കൈയിന്റെ തള്ളവിരലാണ് എനിക്ക് ദക്ഷിണയായി തരേണ്ടത്. ഇത് കേട്ട് ഏകലവ്യൻ ഞെട്ടിപ്പോയി. പക്ഷേ ഒട്ടും പതറാതെ ഞാൻ എന്തും തരാം എന്ന് പറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ തന്റെ തള്ളവിരൽ മുറിച്ചെടുത്ത് ഗുരുവിന് സമർപ്പിച്ചു. അതിനുശേഷം ഏകലവ്യന്റെ കൈവേഗം കുറഞ്ഞുപോയി. സ്വാഭാവികമായും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് അധർമ്മമല്ലേ, അനീതിയല്ലേ എന്നൊക്കെ തോന്നാം. എന്നാൽ ഈ ഗുരുവിന്റെ, ദ്രോണാചാര്യരുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള ബുദ്ധികേന്ദ്രം മറ്റൊരാളായിരുന്നു. അതാരാണെന്ന് യുദ്ധസമയത്ത് ആ ആൾ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം, എന്തായിരുന്നു ഏകലവ്യനിൽ നിന്ന് ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ വാങ്ങിക്കാനുള്ള പ്രചോദനം എന്ന്. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. മഹാഭാരതം